നമസ്തേ, ഭദ്രവിളക്കമ്മ ശരണം. ഇന്ന് നമ്മളോട് ആൾക്കാർ ചോദിച്ചിരിക്കുന്നത് വേദങ്ങൾ മാറിയുള്ള കർമാനുഷ്ഠാനങ്ങൾക്ക്, വേദങ്ങൾ മാറിയ കർമ്മങ്ങൾക്ക് പോകണോ, അതോ ഹൈന്ദവരുടെ പൂജകൾക്ക് ഹൈന്ദവരാണോ, മറ്റ് വിധത്തിലുള്ള കർമ്മങ്ങൾക്കൊക്കെ ഓടി നടക്കുന്ന ഒരു സാഹചര്യമാണ്. എവിടെയും ഓടി നടക്കുന്നു, എവിടെയും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാതെ, എവിടെയും ഒരു പൂർണ്ണമായി നിന്നുകൊണ്ട് ആ കർമ്മത്തിലൂടെ മുന്നോട്ട് പോകാൻ പറ്റാതെ ഓടി നടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഓടി നടക്കുന്നത്? ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവേദവും പഞ്ചവേദങ്ങളും എല്ലാം തന്നെ ആദിപരാശക്തിയാണെന്ന് തിരിച്ചറിയാനുള്ള ആ ജ്ഞാനത്തിൻ്റെ കുറവ് മൂലമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ജീവിതാവസാനം വരെ ഓടി നടന്ന് ഒരിടത്ത് പോയി കഴിഞ്ഞാലും ഫലസിദ്ധി കിട്ടത്തില്ല. എന്തുകൊണ്ടാണ് അവരെ ഓടി നടക്കുന്നത്? കർമ്മശാപങ്ങളുള്ള ആൾക്കാർ പ്രത്യേകിച്ച് എവിടെയെങ്കിലും ദർശനം നടത്തി സമാധാനം നേടി തൽക്കാലം നിൽക്കുന്നു. എന്നിരുന്നാലും അവർ കർമ്മശാപങ്ങളുടെ ബന്ധനങ്ങളെയും കർമ്മക്കെട്ടുകളെയും പൂർണ്ണമായിട്ട് മാറ്റപ്പെടാൻ സാധിക്കാതെ കണ്ട് ഋഗ്വേദവും സാമവേദവും യജുർവേദവും അഥർവേദവും എല്ലാം അമ്മയുടെ പൂർണ്ണതയാണെന്ന് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ നമുക്ക് ഉപനിഷത്തുകളിലും ഘടോപനിഷത്തുകളിലും ഒക്കെ തന്നെ പ്രതിപാദിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മൾ വേദങ്ങളുടെയോ ഉപനിഷത്തുകളുടെയോ ശ്ലോകങ്ങൾ കാണാതെ പഠിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിൽ നിന്ന് ഫലസിദ്ധി ലഭ്യമല്ല. വേദമന്ത്രങ്ങളുടെ ഉഗ്രശക്തിയുള്ള വേദമന്ത്രങ്ങൾ, ഉഗ്രമൂർത്തിയെ കൊണ്ട് ആവാഹിച്ചിട്ടുള്ള പരമ്പൊരുളായ മഹാശക്തി ദേവിയെ ആവാഹിച്ചെടുത്തിരിക്കുന്ന ശക്തിയാലുള്ള വേദമന്ത്രങ്ങൾ കൊണ്ട് ഋഗ്വേദത്തിലുള്ള ദോഷങ്ങളെയും യജുർവേദത്തിലുള്ള ദോഷങ്ങളെയും സാമവേദത്തിലുള്ള ദോഷങ്ങളെയും അഥർവേദ സംഹിതയിൽ ഉൾപ്പെടുന്ന മഹാദോഷങ്ങളെയും നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റപ്പെടുവാനായിട്ട് പരാശക്തി ഭദ്രവിളക്ക് കർമ്മസ്ഥാനത്തെ വന്ന് കർമ്മബന്ധിതമായ ദോഷങ്ങൾ ഒഴിവാക്കപ്പെട്ടാൽ പൂർണ്ണമായിട്ട് ആ ദോഷങ്ങളിൽ നിന്ന് മുക്തമാകാൻ സാധിക്കും എന്നുള്ള വസ്തുത കൂടി നാം തിരിച്ചറിയാം. ഓം ഭദ്രവിളക്കമേ ശരണം.